കാണുന്നില്ലല്ലോ. വിളിച്ചു നോക്കടാ. നീ എവിടെയാടാ ഇത്? ഇപ്പൊ എത്തുവാ. ആ ശരി. ഞാൻ ബൈക്ക് ഒതുക്കി വെച്ചിട്ട് വാ. എടാ വാ പോകാം. കത്തിക്കട്ടെ. ഇവനിതെവിടെ പോയി? അവനെന്തേടാ? ഇപ്പൊ വരാന്നും പറഞ്ഞു പോയതാ. വല്ല ലോട്ടറി എടുക്കാനായിരിക്കും. അതേ പറഞ്ഞിട്ടല്ലോ. നീ ഇതെവിടെ പോയിച്ചടാ? വോഡ്ക അടിച്ചിട്ട് നാവ് വലിഞ്ഞിട്ട് വയ്യ. ഒരു സോഡ നാരം കുടിച്ചു. ആഹാ, അപ്പൊ ഞങ്ങളൊക്കെ വള്ളം കുത്തിയുള്ളതാണല്ലോ. ആകെ ഒരു 10 രൂപ പോക്കറ്റിലുണ്ടായി. ആ എവിടെ പോ? പണ്ട് നീ പിടിച്ചു. ഇപ്പൊ ഇടങ്ങ സ്റ്റാർട്ടാവോ? എവിടുന്ന് കിട്ടിയണത്? സ്റ്റാർട്ടായില്ല. തള്ളണം. ആ പോട്ടെ പോട്ടെ. അടിച്ചതിന്റെ ബാക്കിയല്ലോ ഉണ്ടാ. നേരെ ആകെ ഒരു അരയുണ്ടായിരുന്നു. എത്ര പേര് അടിക്കും? നീ നേരൊക്കെ വണ്ടി ഓടിച്ചു. നിനക്ക് ആവശ്യമുള്ള സാധനം ഞാൻ മേടിച്ചു തരാം. എടാ ആഫ്രിക്കക്കാരന്റെ മുടി കണ്ട കയറ് വിരി പോലെ ഉണ്ടല്ലേ? നിനക്ക് എങ്ങനെ കുളിക്കൂടാ? നമുക്ക് 12 കെട്ടാൻ കൊടുക്കാം. കള്ള് ചേട്ടാ 4 കുപ്പിക്കള്ള്, കറികളൊക്കെ ഒരേ പ്ലേറ്റ്. വാട ഇവിടെ ഇരിക്കാം. എന്താടാ ലോട്ടറി അടിച്ചാ നിനക്ക്? റിയൽ എസ്റ്റേറ്റ്. ആര്? നീയോ? എന്റെ ഒരു കൂട്ടുകാരൻ എന്നെ വിളിച്ചു. ഒരു സ്ഥലം വേണോന്ന് പറഞ്ഞു. ഞാൻ മറ്റൊരു ബ്രോക്കർ കൂട്ടുകാരനെ വിളിച്ചു. സംഗതി റെഡിയാക്കി. മൊത്തം ബ്രോക്കർമാര് 11 പേര്. 5600 രൂപ വെച്ച് കിട്ടി. നല്ല പരിപാടിയുള്ള. പിന്നെ ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. അതൊക്കെ വല്ല കാലത്ത് ഉണ്ടാവൂലടാപ്പാ. അത് നിനക്കല്ലേ? മാസത്തിലൊരു നല്ല കച്ചവടം നടന്നാ മതി. മാസത്തിൽ 10 ദിവസം പണിയുണ്ടാവും. 700 വെച്ച് കിട്ടുകയും ചെയ്യും. ജീവിച്ചു പോന്നല്ലാണ്ട് നമുക്ക് വേറെ പണിയുണ്ടാവും. നോക്കടാ, കാശുണ്ടാക്കാൻ വേറെ എന്തൊക്കെ പണിയുണ്ട്. നിനക്കൊക്കെ അത് പറ്റില്ലല്ലോ. ആ കാശൊന്നും നമുക്ക് വേണ്ട മോനെ. മേനേരെ 4 കുപ്പി കള്ളുകൂടി, കറികളൊക്കെ ഇതുപോലെ തന്നെ. 5000 രൂപയുണ്ട്. ഇതിന് മുഴുവൻ നിങ്ങൾ കുടിച്ചോ സ്വാമി. ബാക്കി വന്നെ നീ അഡ്ജസ്റ്റ് ചെയ്തോ. ചാരായം ചാരായം പഴത്തൊലി മാങ്ങാത്തൊലി മധുര നാരങ്ങാത്തൊലി ഇട്ട് വാറ്റിയ ചാരായം ചാരായം. അമരൊരു തൊലിഞ്ഞ നോട്ടം നോക്കണേ. നിനക്കെങ്ങനെ തോന്നി? എനിക്ക് തോന്നി. 4 കുപ്പി എടുത്തു. കേട്ടോ മീനണ്ടാ? കണ്ട ആ ചേട്ടന്മാർക്ക് കിട്ടും 1 മണിക്കൂർ കൊണ്ട് നമ്മളെക്കാൾ കൂടുതൽ കാശ്. പാടാത്ത അവന്മാരെ കാലത്തോട്ട് വൈകുന്നേരം വരെ വീശി പിടിക്കണ മീനെ നമ്മുടെ കാത്തപ്പൻ കല്ലിന്റെ ആളെ തപ്പി പിടിക്കും. ചാരായം ചാരായം മീനുണ്ടാന്ന് ഇട്ട് വാറ്റിയ ചാരായം ചാരായം അവഴത്തൊലി മങ്ങാത്തൊലി മധുര നാരങ്ങത്തൊലി ഇട്ട് വാറ്റിയ ചാരായം ചാരായം വഴത്തൊലി വഴത്തൊലി മങ്ങാത്തൊലി മധുര നാരങ്ങത്തൊലി ഇട്ട് വാറ്റിയ ചാരായം ചാരായം ഇട്ട് വാറ്റിയ എന്നോടൊക്കെയല്ലോ മീനുണ്ടോന്ന് ചോദിച്ചു. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം, ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയണം.
എടാ നീ ഇന്ന് പണിക്ക് പോയില്ലേടാ? അമ്മക്കെന്താ അമ്മ കണ്ണിച്ചോരില്ലേ? മനുഷ്യന് ഇവിടെ ഒരു ബീഡി പോലും വലിക്കാൻ പറ്റണില്ല. അപ്പോഴാണ് ഒരു പണി. അമ്മ ഒരു ഗ്ലാസ് കട്ടൻ ചായ എടുത്തേ. ആരുടെ തലയിൽ കയറി പണ്ടാറടങ്ങി വന്നിരിക്കടാ നീ? ഓ ഒന്ന് പോണണ്ട. നിങ്ങളുടെ കട്ടൻ ചായം വേണ്ട. ചെവിട്ടില്ലേ മൂട്ട പോയ പോലെ. ആ നിന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ലടാ. എങ്ങനെയാണ്ടാ ഭക്ഷണം കഴിക്കാൻ പറ്റുമെന്ന് തോന്നണടാ. ഇവിടെ നോട്ട്. അയ്യോ ഇതൊരാഴ്ച കൊണ്ട് ശരിയാവും. നിങ്ങൾ പോയില്ലടാ. ആ പണി ഇന്ന് തീർത്തു കൊടുക്കണ്ടായിരുന്നു. എവിടെ പോണ കാര്യമാണ് ഈ കിടന്ന് പറയണത്? ഒരു തവണ കിടക്കപ്പായത് എണീറ്റിട്ടില്ല. എന്നെ കൂടെ പറ്റില്ല ഒറ്റക്ക് പോയി കിടന്ന് ഉണ്ടാക്കാനായിട്ട്. ആ തള്ളിയാണെങ്കിൽ വെറുതെ ഒന്ന് വായ പൊളിച്ച് നോക്കിയേക്കുന്നേ. സാമി ഒരു ദിവസേ ഞാൻ ആ വീടിന്റെ ഡോറ് പൊളിച്ച് ചെയ്തിട്ടിരിക്കണായിരുന്നു. അപ്പൊ ആ തള്ളാന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് കേൾക്കണം. അവിടെ വൻ ഗൾഫീ കിടന്നുണ്ടാക്കണ കാശാണ് ഞാനൊന്ന് ഒരച്ച് കളയണെന്ന്. എനിക്കങ്ങോട്ട് ചൊറിഞ്ഞു കയറിട്ടല്ല. അന്ന് നിർത്തിയാണ് പണി. ഒരു ഇത് വീഡിയോ ഒക്കെ വിളിച്ചെടുത്തു. എന്നാടാ കേറ്റ് മോനെ സ്വാമി, സത്യത്തിൽ എന്താണ് അവന് സംഭവിച്ചത്? അതമ്മ എന്താണെന്ന് വെച്ചാ ഒന്നും മിണ്ടാരിയടാ. ചെറുതായിട്ടൊന്നും വണ്ടിന്ന് വീണാണ് അമ്മേ. ഞാൻ വിശ്വസിച്ചു. നിനക്ക് ചായ വേണോ? വേണ്ടമ്മേ. കേട്ടല്ല വിശ്വസിച്ച് ഞാൻ എന്തെങ്കിലും വേണോ പറഞ്ഞു ഒപ്പിച്ചെന്നെ. എടാ കിടൂ. കാത്തപ്പ 2 ദിവസത്തെ പണിയുണ്ട്. നമ്മുടെ പാപ്പന്റെ വീടൊന്ന് പൂശണം. അതിനിപ്പോ അവിടെ ആരുള്ള വാടകയ്ക്ക് ഒരു ടീം വരുന്നുണ്ടെന്ന്. എടാ ഗൾഫുകാരന്റെ പണി തീർത്തു കൊടുക്കണോന്ന്. അതിന് നീ ഇല്ലാതെ ഇവന്മാര് പോകുന്നു. നീലാണെ അമരല്ലേട്ടാ. കണ്ട, നീ ഇല്ലാതെ ഇവന്മാര് പോവില്ല. അതാ ഞാൻ പറഞ്ഞത്. ഇതാകുമ്പോ 2 ദിവസം കൊണ്ട് എടുക്കാം. ഞാനും നിക്കാം. അങ്ങോട്ട് ചെയ്യടാതപ്പാ. ആ പെങ്ങളുമൊക്കെ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. താൻ കൊറേ നേരമായല്ലോ എന്റെ പിന്നാലെ കൂടിയിട്ട്. തനിക്കൊക്കെ 2 കിട്ടാഞ്ഞിട്ടാ. നല്ല മണിക്കൊത്ത പെണ്ണ് വീട്ടിലുണ്ടല്ലോ സാറേ, അതിനെ നോക്കിയാ പോരെ? അനിതയ്ക്ക് സുഖം തന്നെയല്ലേ? ഇനി അനിതേനെ നോക്കി സൂചിപ്പിക്കാൻ വരണ്ട സാറേ. കൊറേ നേരമായി ഇയാൾ എന്റെ പിന്നാലെ കൂടിയിട്ട്. നാണമില്ലല്ലോ സാറേ. ഓ നാളത്തിലൊക്കെ ഇരിക്കുന്നു. നമുക്ക് കാര്യം ഇവിടെ നടന്നു. വാടി. ഓരോന്നൊക്കെ കുറ്റിയും പറിച്ച് വന്നു. എന്താ സാറേ പ്രശ്നം? ഏയ് പൊക്കിന് താഴെ കീറി ചുരിദാറും കാലും എന്തോ ഇട്ടോണ്ട് വന്നിട്ട് നമ്മളെന്തോ കീറിയ പോലെ. കളരുത് സാറേ, 2 കിട്ടിന്ന് വരും. 100 നോക്കിയാൽ 2 വീഴുള്ളൂ. ആ ഇവന് വിവരണ്ട്. ഇതൊക്കെ ശരിക്കും പോണില്ലേ? പോണില്ലേന്നാ പോണത് കണ്ട സാറിന് കൊതി വരും. ഇവരെന്താ എന്തിനാ കത്തപ്പോ തന്നെ മുഖത്ത് പറ്റി? ഒന്നുമില്ല. ആ ഫാമിലി ഉണ്ടല്ലോ കൂടെ. വണ്ടി അങ്ങ് ഒതുക്കി വെക്ക. ഏതായാലും കണ്ടിട്ട് പോ. ഒരു സാധനം ഉണ്ടല്ലോ. തന്നെ കൊല്ലാൻ കൊണ്ടുവന്നാണ്. ചവിട്ടിയിട്ടിട്ട് അതിനെ ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ നെഞ്ചത്തി ചവിട്ടാ ഭാഗ്യം. ഏട്ടൻ കൂറേന് ഇപ്പൊ ചേച്ചി എന്തായാലും സുന്ദരിയായിരിക്കും. വാ.
അല്ലെങ്കിൽ ഇവന്മാര് പീഡിപ്പിക്കും. ഈ പെയിന്റിംഗ് ഒന്നും തീർന്നില്ലേ? സാർ പെട്ടെന്ന് തീർക്കാം. എങ്ങനെ തീരും? നീ ഒന്ന് കുനിഞ്ഞിട്ട് നീ വരുമ്പോ മണി 5 ആവും. പണിക്കിറങ്ങിയേക്കുന്നു. നീ ഒന്നും പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലടാവേ. ഇതുപോലൊരു മുതലിനെ ഞാൻ ആദ്യമായിട്ട് കാണണേ. എന്തോടാ പറഞ്ഞേ? ഭഗവാനേ. ശിവ, ഞാനങ്ങനെ പോട്ടെ. എനിക്കിതൊന്നും കണ്ടേക്കാൻ വയ്യേ. ആ, അടുത്ത വന്ന് ലാൻഡ് ചെയ്തല്ലോ. വായി നോക്കികള്. എടീറ്റ് പോടാ, വായി നോക്കി. ആ, ഒരുത്തനെങ്കിലും ഡീസന്റ് ആയിട്ടുണ്ടല്ലോ, സമാധാനമായി. അയ്യോ അവൻ ഡീസന്റ് അല്ല, കഞ്ചാവടിച്ച് കിളി പോയിട്ട് ഇങ്ങനെയാണ്. അതെ, എല്ലാവരും ഉള്ള സ്ഥിതിക്ക് അതൊന്ന് ഇറക്കാൻ സഹായിച്ചാ നിങ്ങൾക്ക് പുണ്യം കിട്ടും. ഇപ്പൊ ശരിയാക്കി തരാടാ. ഓക്കെ, നല്ല പിള്ളേരല്ലേ സുലു? എന്നെ കാണാൻ നിൽക്കുവാടി, കേറി പോടിയാത്ത അനുസരിച്ചു. ഡീസന്റ്, ഇവൻ 2 പനയോല വെട്ടിയിട്ട് കൊടുക്കും. ചുമ്മാ ആട്ടിക്കൊണ്ട് നിൽക്കാതെ തിന്നോട്ട് നിൽക്കട്ടെ. പിടിച്ചണം. എന്നാ മുഖത്താരാൻ ഡിസ്റ്റിയൊക്കെ കീച്ച പോലുണ്ടല്ലോ. എങ്ങനെ മനസ്സിലായി? രൂപം കണ്ടാൽ അറിയില്ലേ ബോഡിയിലെ പഞ്ചർ? ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞോന്നല്ലേ. അതൊക്കെ നമുക്ക് എങ്ങനെ വേണേലും മാറ്റി അടിക്കാലോ. അയ്യോ, ഒന്ന് മാറിക്കടാവേ. പതുക്കെ പതുക്കെ. ഇതെന്റെ എല്ലാമാണ്, എന്റെ ഹൃദയമാണ്, എന്റെ സുലുവിനെ പോലെ. സുലു അതാരാ? എന്റെ ഭാര്യ, പിന്നല്ലാതാര്? ആരാ അത്? ഒന്ന് മാറിക്കട, ഇറച്ചിക്കട. സ്വയം എന്താ? ബാത്റൂമില്. എന്ത് പറ്റി? ബാത്റൂമിൽ ഒരാള്. അതാരാ? സ്വാമി പണി തുടങ്ങി. നിനക്കെന്താ വട്ടാണോ ബാത്റൂം പെയിന്റ് ചെയ്യണം എന്നെ കണ്ട് അലറി വിളിക്കാൻ? നീ ഒന്നും ആണുങ്ങളെ കണ്ടിട്ടില്ലേ? തനിക്കൊന്ന് മിണ്ടിയും പറഞ്ഞു നിന്നൂടെ? ഓഹോ, ഒറ്റയ്ക്ക് മിണ്ടിയും പറഞ്ഞ് വേണ്ട വേണ്ട വഴക്കാക്കണ്ട. അടങ്ങ് സ്വയം. നീ ഏതാടാ? താനേതാടോ? ഓ, ഞാൻ എന്നെ പരിചയപ്പെടുത്തിയില്ലല്ലേ. ഞാൻ റിട്ടയർഡ് ജനറൽ സുഗണൻ. ഏറ്റില്ലേ? ആരാന്ന് പറഞ്ഞ? മനസ്സിലായില്ലല്ലേ? ഞാൻ ഹവീൽദാർ സുഗണൻ. ആടാ ആയിരിക്കും. ആ, ഇതെന്റെ ഭാര്യ സുലു. ഇത് 2 എന്റെ പുന്നാര മക്കൾ. ഇതെന്റെ ഭാര്യയുടെ ഒരേ ഒരു അനിയത്തി സ്വയം പ്രഭ. ഞാൻ സ്വയം സ്വയം എന്ന് വിളിക്കും. സ്വയം നിങ്ങൾ പ്രഭ എന്ന് വിളിച്ചാൽ മതി. ഇനി എല്ലാരെയും സ്വയം ഒന്ന് പരിചയപ്പെടുത്തുന്നത് നന്നായിരിക്കും. പരിചയപ്പെടുത്തും സ്വയം. ആ സ്വയം അല്ല, അവനവൻ പരിചയപ്പെടുത്താൻ. ഞാൻ സ്വാമി, ഇതെന്റെ പാപ്പന്റെ വീടാ. ഞാനാ കാര്യങ്ങളൊക്കെ നോക്കണേ. അവന്റെ ഒരു നോട്ടം. അപ്പല്ല അവനോ? ഞാൻ ശിവൻ, 32 വയസ്സ്, കല്യാണം കഴിച്ചിട്ടില്ല. അപ്പൊ ജോലി? ദൈവത്തെ ഓർത്ത് വിളിക്കരുത്, ഞാൻ വരൂല. അതെ, നമ്മൾ ഇത്രയും അടുത്ത സ്ഥിതിക്ക് അതൊക്കെ ഒന്ന് ഇറക്കി അകത്ത് വെക്കാൻ സഹായിച്ചാൽ. സഹായിച്ച ഉണ്ട്. ടാങ്കുകളാന്ന് തോന്നുന്നു. പുറകെ പോകുന്നവൻ സെപ്റ്റി ടാങ്ക്.